നമസ്കാരം. ഗസയിലെ ഇസ്രായേൽ വംശഹത്യ ഇപ്പോഴും തുടരുകയാണ്. വീടുകൾക്ക്, അഭയാർത്ഥി ക്യാമ്പുകൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം ശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. 24 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 70-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇസ്രായേൽ സൈനിക സേന 34 വ്യോമാക്രമണങ്ങൾ നടത്തിയതായും എൻക്ലേവിൽ പോലീസ് സേന മേധാവിയും ഡെപ്യൂട്ടിമാരും ഉൾപ്പെടെ 71 പേർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന് പറയുന്നു. അതേസമയം അതിശൈത്യത്തിനായി തന്നെ ഒപ്പം കനത്ത മഴയും കാറ്റും വന്നതും ക്യാമ്പുകളിൽ തന്നെ ജീവിതം ഇപ്പോൾ ദുസ്സഹമാക്കിയിരിക്കുന്നു. ഗസ സിറ്റി, ഖാൻ യൂനസ്, ദെയ്റുൽ ബലഗ് എന്നിവിടങ്ങളിൽ കനത്ത മഴയിൽ തന്നെ ജലനിരപ്പ് ഉയർന്ന ക്യാമ്പുകളിൽ വെള്ളം കയറുകയുണ്ടായി. മേഖലയിൽ അതിശൈത്യത്തെ നേരിടാൻ കഴിയാതെ 7 കുഞ്ഞുങ്ങൾ മരിച്ചു. കടുത്ത ഉപരോധം തുടരുന്ന വടക്കൻ ഗസയിൽ ജബാലിയ, ബൈത്ത് ലാഹിയ എന്നിവിടങ്ങളിൽ കൂട്ടമായി വീടുകൾ തന്നെ നശിപ്പിക്കുന്നതും തുടരുന്നു. വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും വഴിമുട്ടിയെന്ന റിപ്പോർട്ടുകൾക്കിടെ തന്നെയാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ ഗസ വംശഹത്യയുടെ 2025-ലെ ആദ്യ ഇരയായി തന്നെ 8 വയസ്സുകാരൻ ആദം ഫർഹല്ല വന്നിരുന്നു. പുതുവർഷം പുലർന്നതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ആദം ഉൾപ്പെടെയുള്ള 2 ഫലസ്തീനികൾ തന്നെ കൊല്ലപ്പെട്ടത്. 27-കാരനായ ഖുലുഗ് അബ് ദാഹറാണ് കൊല്ലപ്പെട്ട രണ്ടാമത്തെ ഫലസ്തീനി. ബുധനാഴ്ച പുലർച്ചെ ബുറൈജ് ക്യാമ്പിലെ അബുദാൾ എന്ന അയാളുടെ കുടുംബ വീടിന് നേരെ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിലാണ് ആദം ഫർഹല്ല കൊല്ലപ്പെടുന്നത്. മൃതദേഹത്തിനരികെ തന്നെ കുട്ടിയുടെ ഛേദിക്കപ്പെട്ട കാൽ പിടിച്ചു നിന്ന ഒരു ഫലസ്തീനിയൻ കൗമാരക്കാരന്റെ ഹൃദയഭേദകമായ ചിത്രം പ്രാദേശിക സാമൂഹ്യ പ്രവർത്തകരാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. പട്ടിണിയിലും കൊടും തണുപ്പിലും ഉറങ്ങുകയായിരുന്ന ഫർഹാന് സംഭവിച്ചതാണിതെന്ന് പറയുന്നു. കൗമാരക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നതും വീഡിയോയിൽ കേൾക്കേണ്ട കാര്യം തന്നെയാണ്. അതേസമയം വടക്കൻ ജബാലിയ, ഗസ സിറ്റി, തെക്കൻ ഖാൻ യൂനീസ് എന്നിവിടങ്ങളിലും പുതുവത്സര ദിനത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ കുറഞ്ഞത് 29 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾക്ക് പുറമെ കൊടും തണുപ്പും മഴയും ഗസയിൽ ദുരിതം വിതയ്ക്കുകയാണ്. യുദ്ധത്തിൽ തകർന്ന പ്രാദേശികത്തിലുടനീളമുള്ള ആയിരക്കണക്കിന് ടെന്റുകൾ വെള്ളത്തിനടിയിലായി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 7 കുട്ടികളാണ് ശൈത്യം ബാധിച്ച് മരിച്ചതായി തന്നെ ഗസയിൽ ആരോഗ്യ മന്ത്രാലയം അറിയുന്നത്. ശൈത്യം കാരണവും മിസൈലുകൾ ഞങ്ങളുടെ മേൽ പതിക്കുമെന്ന ഭയത്താൽ തന്നെ 3 ദിവസമായി ഉറങ്ങിയിട്ടില്ല എന്ന് പറയുകയാണ് മധ്യ ഗസയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഇപ്പോൾ ബൈത്ത് ലാഹിയയിൽ താമസിക്കുന്ന സമാ ദരാബിഗ് എന്ന വനിത. 2 ദിവസം മുൻപാണ് ഞങ്ങളുടെ പുറകിലുള്ള അൽ വഹ ഹോസ്പിറ്റലിന് നേരെ ബോംബ് എറിഞ്ഞതെന്ന് പറയുന്നു. അതിന്റെ കഷ്ണങ്ങൾ ഇവിടെ വരെ എത്തിയെന്നും പറയുന്നു. സമദാബിഗ് പറയുന്നത് ഇങ്ങനെയാണ്: വീടുകളും സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെ ഗസയുടെ 90% അടിസ്ഥാന സൗകര്യങ്ങളും ഇസ്രായേൽ ഇതിനോടകം തന്നെ നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണസംഖ്യ ഔദ്യോഗിക കണക്ക് മാത്രമാണ് എന്നും കൃത്യമായ മരണം 2 ലക്ഷത്തിലധികമാണ് എന്നും വിലയിരുത്തലുണ്ട്. അതേസമയം ഗസയിലെ യുദ്ധക്കുറ്റങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ കഴിഞ്ഞ നവംബറിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും വംശഹത്യ കേസ് ഇസ്രായേൽ നേരിടുന്നുണ്ട് എന്ന് പറയാം.